മറ്റൊന്ന് ലീഗിന്റെ പ്രതികരണം കൂടി വന്ന സാഹചര്യമാണല്ലോ. മുബഷീർ പി അക്ബർ ചേരുന്നുണ്ട്. മുബഷീർ, ഈ ലീഗിന് ഉപമുഖ്യമന്ത്രി സ്ഥാനം അവർ ചോദിക്കുമോ, അത് കൊടുക്കണോ എന്നുള്ള ചർച്ചകളൊക്കെ ഇങ്ങനെ തുടങ്ങിയിട്ട് പോലും ഇല്ല എന്ന് പറയാം. കാരണം ഈ കോൺഗ്രസിനകത്തെ നേതാക്കളുടെ ഈ പ്രശ്നങ്ങളും തമ്മിലടിയും മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള പോരുമൊക്കെ ഒന്ന് തീരണമല്ലോ, എന്നിട്ടല്ലേ ലീഗിന്റെ കാര്യം. എന്തായാലും കോൺഗ്രസിനകത്ത് ഇപ്പോൾ നടക്കുന്ന ഈ ഒരു പ്രശ്നങ്ങൾ, അതിൽ ലീഗിന് അതൃപ്തി ഉണ്ടല്ലോ അല്ലെ. കാര്യങ്ങൾ ഇങ്ങനെ പോയാൽ ശരിയാവില്ല എന്ന് ലീഗ് പറഞ്ഞു തുടങ്ങി എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ, ഈ ഏറ്റവും ഒടുവിൽ വന്ന പ്രതികരണത്തിൽ നിന്ന് പോലും. റോഷ്നി, തീർച്ചയായും അതൃപ്തി പരസ്യമാക്കി തന്നെയാണ് ഇന്നിപ്പോൾ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PM.A. സലാം രംഗത്ത് വന്നിരിക്കുന്നത്. ഈ ചർച്ചകൾ ആദ്യഘട്ടത്തിൽ ആരംഭിച്ചത് മുതൽ മുസ്ലിം ലീഗ് നിരീക്ഷിച്ചു വരികയായിരുന്നു. കാര്യത്തിൽ മുസ്ലിം ലീഗിന് വളരെ കൃത്യമായുള്ള നിലപാടുണ്ടായിരുന്നു. അത് സ്വാഭാവികമായിട്ടും ഹൈക്കമാൻഡിനെ നേരിട്ട് അറിയിക്കാനായിരുന്നു ലീഗ് തീരുമാനിച്ചിരുന്നത്. ലീഗിൽ എന്തായാലും ആ രീതിയിലുള്ള നയം സ്വീകരിച്ചു വരുന്നതിനിടയിലാണ് തർക്കം രൂക്ഷമാകുന്നത്. മുതിർന്ന നേതാക്കളൊക്കെ തന്നെ പരസ്യമായിട്ട് അഭിപ്രായം പറഞ്ഞ് രംഗത്ത് വന്നൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ ഒരു വിഷയത്തിൽ അതൃപ്തി പരസ്യമാക്കിക്കൊണ്ട് ഇന്നിപ്പോൾ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ PM.A. സലാം തന്നെ രംഗത്ത് വന്നിരിക്കുന്നത്. ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നതിൽ നിന്നും മാറി നിൽക്കണമെന്നുള്ളതാണ് PM.A. സലാം ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം തന്നെ പ്രവർത്തകർ പ്രചാരണത്തിലുടനീളം വെയിലേറ്റൊക്കെ തന്നെ വലിയ രീതിയിൽ പ്രചാരണം നടത്തിയ പ്രവർത്തകരെ സംബന്ധിച്ച് വലിയ പ്രശ്നം, ദുഃഖമുണ്ടാക്കുന്ന കാര്യമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്ന ഇപ്പോഴത്തെ ചർച്ചകളൊക്കെ തന്നെ. അവയൊക്കെ തന്നെ സമയമാവുന്ന ഘട്ടത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തീരുമാനിക്കും. അതിന് മുൻപുള്ള തരത്തിലുള്ള പ്രതികരണങ്ങളിൽ നിന്നും പ്രസ്താവനകളിൽ നിന്നും ആളുകൾ മാറി നിൽക്കണം എന്നൊരു ആവശ്യം മുസ്ലിം ലീഗ് മുന്നോട്ട് വെക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുസ്ലിം ലീഗ് ഇക്കാര്യത്തിൽ വളരെ പക്വതയോടെ പെരുമാറുന്നു എന്നുള്ളതാണ്. നേരത്തെ PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെ ഇക്കാര്യത്തിൽ പറഞ്ഞത് ഭൂരിപക്ഷം ലഭിച്ചാൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കും, അനാവശ്യ ചർച്ചകളൊന്നും തന്നെ വേണ്ടതില്ലല്ലോ, മാധ്യമങ്ങളെ പഴിക്കാനായിരുന്നു ആ ഘട്ടത്തിൽ മുസ്ലിം ലീഗ് തയ്യാറായിരുന്നു. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ കൈവിട്ടു. K. സുധാകരനെ പോലെ മുതിർന്ന നേതാക്കൾ തുടർച്ചയായിട്ട് ഇത്തരം പ്രതികരണങ്ങൾ നടത്തി രംഗത്ത് വരുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് മുസ്ലിം ലീഗ് അണികളിലും അത് വലിയൊരു പ്രശ്നമായി മാറിയ സാഹചര്യത്തിൽ ലീഗ് ഇത്തരം ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. എന്തായാലും ലീഗ് പറഞ്ഞ അഭിപ്രായം കോൺഗ്രസിന്റെ ഈ പറയപ്പെടുന്ന പരസ്യമായിട്ട് അഭിപ്രായം പറഞ്ഞ നേതാക്കൾ എങ്ങനെ നോക്കിക്കാണും എന്നുള്ളതാണ് ഇനി വിലയിരുത്തേണ്ടത്. സ്വാഭാവികമായിട്ട് മുസ്ലിം ലീഗ് നിലപാട് പറഞ്ഞ് കോൺഗ്രസ് ഇനിയും അടങ്ങിയിരുന്നില്ലെങ്കിൽ ഒരു പക്ഷേ കൂടുതൽ പരസ്യ പ്രതികരണങ്ങൾ ലീഗിന്റെ ഭാഗത്തുണ്ടായേക്കും എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അതാണ് എതിർ അഭിപ്രായങ്ങൾ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു ലീഗ്. ഇനിയും ഈ പോരിങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ അഭിപ്രായം പറയേണ്ടിടത്ത് ലീഗ് പറയുമെന്നും അവർ പറയുന്നുണ്ട്.